Hello everyone, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ വീട്ടിലെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ഹന്നുനെ കാണാനാണ് പോയത് കേട്ടോ. Good morning. തൊട്ടടുത്ത് തന്നെ കുഞ്ഞൂസ് ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഡാഡിയും മമ്മിയും ചേച്ചിയൊക്കെ കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കണ്ടേ കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മാമ്മ എവിടെ പോയി? അമ്മാമ്മ എവിടെയും പോയിട്ടില്ല, നേരത്തോടെ ഭക്ഷണം കഴിച്ചിട്ടേ പുറത്തിരുന്ന് പേപ്പർ വായിക്കാനേ. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. പത്തിരി പിന്നെ ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ. ഉള്ളിക്കറി തന്നെയാണോ പറയാമെന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. ഇതിൻ്റെ കൂടെ ഒരു ചായ കൂടി ആയാലോ. അങ്ങനെ എൻ്റെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഹന്നൂസ് റെഡിയായി വന്നത്. അങ്ങനെ ചേച്ചി ഹന്നൂസിന് ഫുഡ് കൊടുക്കുന്നുണ്ട്, ഒപ്പം ഹന്നൂസ് കളർ അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഹന്നൂസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പരിപാടി കളറിങ് ആണ്. കൂടെ ഞാനും കൂടി. കളറിങ് പരിപാടി കഴിഞ്ഞപ്പോൾ കുഞ്ഞൂസ് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞൂസിൻ്റെ ചേച്ചിയുടെ ഈ കൊഞ്ചിക്കൽ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് കുഞ്ഞൂസെന്നും ചേച്ചി പറയുന്നത് ജിക്കൂസ് എന്നാണെന്ന് അല്ലേ. ജിക്കൂസ് എന്നാണ് വിളിക്കുന്നത് വാവേനെ, പക്ഷേ എനിക്കിഷ്ടം കുഞ്ഞൂസ് എന്ന് വിളിക്കാനാണ്. അതാണ്ടോ ഞാൻ കുഞ്ഞൂസ് കുഞ്ഞൂസ് എന്ന് പറയണേ. മമ്മിയാണെങ്കിൽ കൊച്ചിനെ കുളിപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ. ചേട്ടൻ അന്ന് ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ കുഞ്ഞൂസിൻ്റെ കുറച്ച് ലോഷനും കാര്യങ്ങളും വന്നിട്ട് ചേട്ടൻ നേരെ ജോലിക്ക് പോയിട്ടോ. Guys, baby ചൂച്ചുള്ളി എടുക്കണേ എടുത്തോ. എന്താ പ്രശ്നം? മൂത്രം വെച്ചല്ലേ? അത് ഒന്നും ആവാല്ല, ധൈര്യമായിട്ട് പൊക്കിക്കോ. അപ്പൊ ശരി എന്താ ചെയ്തോക്കെ. ബൈ അനുമോ ഇതെടുത്ത കുഞ്ഞൂസ് എനിക്കൊരു പണി വന്നെങ്കിലും മമ്മി വന്നിട്ടൊന്ന് രക്ഷിച്ചേട്ടോ. ഇപ്പം സമയം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ പരിപാടി ടേബിൾ ക്ലീനിങ് ആണ്. നല്ല അലമ്പായിട്ടാണ് കേട്ടോ ടേബിൾ കിടക്കണേ. നമുക്കിതപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്താലോ. നിങ്ങൾ എത്ര പേര് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ക്ലീനിങ് ആണ്. എനിക്കിങ്ങനെ മെസ്സി ആയിട്ടുള്ള ടേബിൾ കാണുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ടേബിൾ ക്ലീനിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇവരൊരു കഫേ പോയാൽ പോലും ടേബിൾ ക്ലീൻ അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ച് വരുത്തി വരെ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ്സ് അത് എവിടെയാണെങ്കിലും നല്ലൊരു ഹൈജീനായിട്ടിരിക്കുക എന്നുള്ളത് അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ ക്ലീനിങ് പരിപാടി അവസാനിച്ചേട്ടോ. ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയാന്നുള്ളത് മമ്മിയോട് ചോദിച്ചാലോ ഗൈസ്. മമ്മി ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ? ചിക്കൻ കറി, പിന്നെ സർലാസ്, അച്ചാറ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ കറിയാണ്. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനലിലെ മുമ്പത്തെ ചൊകച്ചക്ക ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് ചിക്കൻ കറി ആരാ ഉണ്ടാക്കണെന്ന് കാണിച്ചു തരാം. ഇത് വെറും പ്രഹസനാണ്, എന്നാലും നിങ്ങൾ കണ്ടോളൂ. പ്രഹസനല്ല, ഞാനാണ് ഉണ്ടാക്കണത് ചിക്കൻ കറി. ഈ ക്യാമറ ഓഫ് ചെയ്താ മമ്മിയാണ് പിന്നെ ഉണ്ടാക്കുക. നമ്മുടെ മെയിൻ ഷെഫ് എത്തിയിട്ടുണ്ട് ഇവിടെ. മമ്മി റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ കാണണമെന്നില്ലല്ലോ. മമ്മി പെട്ടെന്ന് റെസിപ്പി പറഞ്ഞു എങ്ങനെയൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്ന് പറയും മമ്മി. സബോള ഇടുക, ആ സബോള ഇട്ടിട്ട് ഉപ്പ് എണ്ണ ഒഴിച്ച് വാട്ടുക. നന്നായി വാടി വരുമ്പോ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി അത് ഇട്ടിട്ട് മൂപ്പിക്കുക. അത് വരെ എത്തി. പറവട്ടാണിയിൽ നല്ല സിമ്പിൾ റെസിപ്പി ആട്ടോ. അത് ഞാൻ ഒരു ദിവസം വേറൊരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. എന്താ നമ്മുടെ സബോള? ഞങ്ങള് സബോളയും എല്ലാം ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടിയിട്ട് മിക്സിയിട്ട് അടിച്ചിട്ടാണ് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാട്ടെ. ഇവിടെ അല്ല, ഇച്ചായൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിരനിരയായിട്ട് എല്ലാ പൊടികളും വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇത് നമ്മുടെ ടേണാണ്. ഈ ചിക്കൻ കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വരണതാണ് അല്ലേ മമ്മി?
അല്ല നമ്മള് വറുത്തിട്ടാണ് ഈ ചിക്കൻ വെക്കുക, അടച്ചു വെച്ച് ഒരു സംഭവമാണ്. പക്ഷെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് ഒരു വെള്ളം പോലെ ഒഴിക്കാണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. മമ്മി എന്നാ പിടിച്ചോ. എന്ത് പിടിക്കാൻ? അളക്ക കിണ്ടിക്കോ, എന്ത് കിണ്ടിക്കോ. സെറ്റായി വരണേ ഉള്ളൂ. നമ്മളങ്ങനെ കിച്ചണിന്റെ അവിടെ നമ്മുടെ കുഞ്ഞൂസ് എന്താ ചെയ്യണേന്ന് നോക്കാം. കുഞ്ഞൂസ് ഇവിടെ നല്ല സുഖകരമായ ഉറക്കത്തിലാണ് ഗൈസ്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ഉറക്കമല്ലേ, നല്ല സുഖം ഉറക്കാണ് കുഞ്ഞൂസ്. ഇത് നമ്മുടെ ഹന്നുമണി എന്താ ചെയ്യണേന്ന് നോക്കാം. ഹന്നുമണി ഇവിടെ സാധാരണ ഫോണിൽ കളിക്കുകയായിരിക്കും പതിവ്. യെസ്, വിചാരിച്ച പോലെ തന്നെ ഫോണിൽ കളിയാണ്. കാണിച്ചു തരാം കേട്ടോ. ഹന്നു എന്താ ചെയ്യണേ? എന്തിട്ട് കാണുന്ന? ഫോണിൽ കാണിച്ചെന്ന് എന്താ കാണണേന്ന്? കണ്ണി കണ്ട ഷോർട്സ് ഒക്കെയാണ് നമ്മുടെ ഹന്നുമണി ഇരുന്ന് കാണുന്നത്. പറഞ്ഞൊന്നും അനുസരിക്കില്ല, കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ട് അല്ലേ ഹന്നോ? ഇല്ല പണിയെടുക്കടേ. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്ന് പിടിക്കാൻ പോണു. കുറച്ച് ചെടിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ രണ്ടാളല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ മമ്മിയുണ്ട്. ചേച്ചിക്ക് വരാൻ പറ്റില്ല, ചേച്ചിക്ക് ഉണ്ണിയുള്ള കാരണം കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഡാഡിയാണെങ്കിൽ കടയിൽ പോകണം. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ഇന്ന് ഷോപ്പിലേക്ക് പോണത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പുറകിൽ കണ്ടാൽ തന്നെ അറിയാം, ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ അവിടെയുള്ള. നല്ല ഭംഗിയെ കാണാനായിട്ട്. വീണ്ടും നമ്മൾ പൂക്കളുള്ള ചെടി വാങ്ങാൻ തന്നെയാണ് പോണേ കേട്ടോ. അപ്പം നമുക്ക് പോവാം. നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മമ്മി ഹന്നും കൂടിയിട്ട് ഓരോ ചെടികൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, കൂടെ ഞാനും. പിങ്ക് ഇങ്ങോട്ട് വാ, അവിടേക്ക് കയറാം. വാ, അമ്മച്ചിയുടെ എവിടേക്ക് പോവാം. ഇതെന്തിട്ടാ? വാ, കുയില. മമ്മി എന്താ വാങ്ങിയത്? എന്താന്ന് പറയേ. ഇതെന്തിനാ? 19 വളം. 1 ലിറ്റർ വെള്ളത്തില് 5 ഗ്രാം സ്പ്രേ ചെയ്ത് വെച്ചു. ഇതാണ് വെള്ളക്കൊങ്ങണി. റംബൂട്ടാനുണ്ട് ഗൈസ് ഇവിടെ. അങ്ങനെ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനി നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇനി നമുക്ക് അതുകൂടി വാങ്ങാൻ പോയാലോ? അതിൻ്റെ കൂട്ടത്തിൽ ഹാനുവിന് കുറച്ച് വളയും മിഠായി, മമ്മിക്ക് 2-3 സ്ലൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഈ മിഠായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? വായിലിട്ട പൊട്ടിത്തെറിക്കുന്ന മിഠായി. എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. വൈകുന്നേരം ചായക്കുള്ള കടിയും കൂടി വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് എന്താ പരിപാടിയെന്ന് നോക്കാം. എങ്ങനെയുണ്ട് ചിക്കൻ കറി? ഓക്കേ. മമ്മിയുടെ ചിക്കൻ കറിക്ക് ഇവിടെ ഫാൻസ് ഉണ്ട് മമ്മി. അടുത്ത ഊഴം. അയ്യോ, ചേച്ചി കഴിച്ച വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, പുറത്ത് പോയോണ്ട്. ഹന്നു ഇന്ന് എന്താണോ ഫുള്ള് കരച്ചില്ലാട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചിക്കൻ കറി, സർലാസ്, ചോറ്, അച്ചാറ്, വെള്ളം. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊരു പിടി പിടിച്ചാലോ? ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നതും ഇച്ചായന് എത്തിയതൊക്കെ ഒരേ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ ഈസി മോപ്പ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഹന്നു നടത്തിക്കൊണ്ടിരിക്കണേ. ശരിക്കും ഈ മോപ്പ് വെച്ച് നമുക്ക് തുടയ്ക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ അല്ലായിരുന്നു, പണ്ടത്തെ ടൈപ്പ് നോർമൽ ഒരു മോപ്പായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ തുടയ്ക്കേണ്ടതെന്നൊക്കെയാണ് ഹന്നു ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചേ. ഡാഡി വരാനായിട്ട് നല്ല ലേറ്റായി, കടയിലായിരുന്നു. അത് കാരണം ഡാഡി ഇപ്പോഴാണ് ഫുഡ് കഴിക്കണേ. അങ്ങനെ ഫുഡടി എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം കുഞ്ഞൂസിനൊക്കെ എടുത്ത് ഉറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ ഈ കുഞ്ഞു പിക്രീനെടുത്ത് ഇരിക്കാനൊക്കെ.
ഇച്ചായനാണെങ്കിൽ ഹന്നൂസിനായിട്ട് എന്തോ കളിക്കലും എന്തോ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നോക്കി എന്ത് ക്യൂട്ടായിട്ടാണ് ഉറങ്ങുന്നതെന്ന്. അങ്ങനെ കുഞ്ഞൂസ് ഫ്ലാറ്റ്. ഇനി നമുക്ക് ഉച്ചതിരിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പം സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഹന്നൂസൊക്കെ ഉറങ്ങുമായിരുന്നു. ഇപ്പം എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് വന്നിട്ട് ഇച്ചായൻ്റെ പുറത്തിരുന്നിട്ട് ഓരോ ഫോട്ടോസും ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡി എന്താണ് ചായക്ക് കഴിക്കാൻ? പേരറിയില്ല. ഡക്ക് റോളാണിത്. ഡക്ക് റോൾ. ദിസ് ഈസ് ഡക്ക് റോൾ ഉണ്ട്, ചിക്കൻ റോൾ ഉണ്ട്, ഡക്ക് റോൾ ഉണ്ട്. അല്ല, ഡക്ക് റോള് പേരുന്നുള്ളൂ, പക്ഷെ അതിലെ ചിക്കനാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കായൽ കയാക്കിലാണ് കേട്ടോ. ഞങ്ങൾ 3 ആൾ മാത്രമാണ് വന്നതാണ്. ഞാനും ഇച്ചായനും ഹന്നൂസും, വേറെ ആർക്കും വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ 3 ആളും കൂടി വരാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വരാനായിട്ടുള്ള മെയിൻ കാരണം ഹന്നൂസാണ് കേട്ടോ. അവൾക്ക് കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പിന് പോകാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അനുപോവാന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരമായിട്ടും ഈ സംഭവം വരുന്നില്ല. അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഹന്നു. അങ്ങനെ അവസാനം ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങെത്തി. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ടേ ഇതിനൊരു ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കൂടി ഇരുന്ന് TV കാണും. അത് കഴിഞ്ഞ് പ്രാർത്ഥന എത്തിക്കും, ഫുഡ് കഴിക്കും, പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഇതൊക്കെ തന്നെയാണ് സാധാരണ പരിപാടി. അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.